അങ്ങനെ ഒരു ഇസ്ലാം ഇല്ല എന്നു തന്നെയാണ് ഫോർജം എന്ന സംഘടനയ്ക്കും പറയാനുള്ളത്. ഇന്ന് ലിബറലിസം ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് പെൺകുട്ടികളെ ചാക്കിട്ട് പിടിക്കുന്ന ഒരു സാധനമാണെന്ത്, നിങ്ങൾ ഫിനാൻഷ്യലി എംപവേർഡ് ആയിരിക്കുക എന്നതാണ്. പെൺകുട്ടികളോട് പറയാൻ നിങ്ങൾക്ക് നല്ല പണി വേണം, നിങ്ങൾക്ക് നല്ല സമ്പത്ത് വേണം, ബാങ്ക് അക്കൗണ്ട് വേണം, നിങ്ങൾക്ക് സ്വയം എല്ലാ മാസവും സാലറി വരുന്ന ഒരാളായിരിക്കണം നിങ്ങൾ. അപ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വുമൺ എംപവർമെന്റിലേക്ക് നിങ്ങൾ പോവുക എന്നതാണ് പുതിയ ഒരു തിയറി. പ്രത്യേകിച്ച് സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ട ആത്മഹത്യകളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ആളുകൾ ഡിബേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ പെൺകുട്ടികളോട് പറയുക, നിങ്ങൾ ഫിനാൻഷ്യലി എംപവേർഡ് ആയിരിക്കണം, അതുകൊണ്ട് നീ ജോലി ചെയ്യണം നിർബന്ധമാണ്. അത് പ്രഗ്നൻസി സമയത്താണെങ്കിൽ, കുഞ്ഞു കുട്ടികളുടെ സമയത്താണെങ്കിലും, നിനക്ക് ജോലി ചെയ്യുന്നതേ ഇഷ്ടമല്ലെങ്കിലും സാരമില്ല, നീ ജോലി ചെയ്യണം എന്നതിലേക്ക് അവൾ എന്ത് ചെയ്തു, തള്ളി മാറ്റപ്പെട്ടു. അങ്ങനെ ആർക്കാണോ ജോലിയുള്ളത് അവളാണ് മികച്ചു നിൽക്കുന്നത്. അതിന് അവർ പറയുന്ന വേറൊരു മറുപടി കൂടിയുണ്ട്, പുരുഷന്റെ മുമ്പിൽ നീ കൈ നീട്ടണ്ടല്ലോ എന്നതാണ് വേറൊരു തിയറി. അങ്ങനെ ഒരു ഇസ്ലാം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഇസ്ലാം ഇല്ലല്ലോ. അങ്ങനെ ഒരു ഇസ്ലാം ഇല്ല എന്നു തന്നെയാണ് ഫോർജം എന്ന സംഘടനയ്ക്കും പറയാനുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വനിതാ നേതാവ് പി റുക്സാന പറഞ്ഞതുപോലെ സ്ത്രീകൾ ഫിനാൻഷ്യലി എംപവേർഡ് ആകരുത്, സ്ത്രീകൾക്ക് സ്വന്തമായി ജോലി ഉണ്ടാവരുത്, സ്ത്രീകൾക്ക് സ്വന്തമായി വരുമാനമോ സമ്പാദ്യമോ ഉണ്ടാകരുത് എന്ന് പറയുന്ന ഒരു ഇസ്ലാം ഇല്ല. സ്ത്രീകൾക്ക് സ്വത്തവകാശമേ ഇല്ലാതിരുന്ന 6-ാം നൂറ്റാണ്ടിൽ പിന്തുടർച്ചാവകാശ നിയമത്തിലൂടെ പുരുഷന്റെ പകുതി സ്വത്തിന് സ്ത്രീകളെ അവകാശികളാക്കിയത് ഇസ്ലാം മതമാണ് എന്ന് പറയുന്നവർ തന്നെയാണ് സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിക്കാനായി ഇങ്ങനെയുള്ള പ്രസ്താവനകളും പ്രസംഗങ്ങളും നടത്തുന്നത്. സ്ത്രീകൾ ഇന്നേ വരെ നേടിയെടുത്ത എല്ലാ പൗരാവകാശങ്ങളെയും റദ്ദു ചെയ്യുന്ന ഒരു പ്രസംഗമാണിത്. നോക്കൂ എന്തൊക്കെയാണ് ഇവർ പറയുന്നത്. സ്ത്രീകൾ ഫിനാൻഷ്യലി എംപവേർഡ് ആയിരിക്കണം എന്ന് പറയുന്നത് ലിബറലിസത്തിന്റെ ചാക്കിട്ടുപിടുത്തമാണത്രേ. നിങ്ങളുടെ പെൺമക്കളോട്, പെൺകുട്ടികളോട് നിങ്ങൾ വിദ്യാഭ്യാസം ചെയ്യണം, തൊഴിൽ നേടണം, സ്വന്തമായി വരുമാനമുള്ളവരായിരിക്കണം, സ്വന്തമായി സമ്പാദ്യമുള്ളവരായിരിക്കണം എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ കരുതിയിരിക്കുക, അത് ലിബറലിസ്റ്റുകളുടെ വേഷത്തിൽ വരുന്ന ഇബിലീസാണ്. ഏറ്റവും ഭീകരമായി തോന്നിയത് ഗാർഹിക പീഡന കൊലപാതകങ്ങളോ സ്ത്രീധന ആത്മഹത്യകളോ ഒക്കെ നടക്കുമ്പോൾ നിങ്ങളുടെ പെൺകുട്ടികളോട് ലിബറലിസ്റ്റുകൾ പറയുമത്രേ, നിങ്ങൾ ഫിനാൻഷ്യലി എംപവേർഡ് ആയിരിക്കണം, നിങ്ങൾക്ക് സ്വന്തമായി വരുമാനം ഉണ്ടായിരിക്കണം എന്നൊക്കെ. എന്താല്ലേ, അതായത് സ്വന്തമായി വരുമാനമോ സമ്പാദ്യമോ ഉണ്ടാക്കി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലതല്ലേ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ കൈകൊണ്ട് കൊല ചെയ്യപ്പെട്ടാൽ പോലും സ്വർഗത്തിൽ പോകാം എന്നത്. ജമാഅത്തെ ഇസ്ലാമി നേതാവ് പി റുക്സാനയുടെ പ്രസംഗം കേട്ടിട്ട് ഏതെങ്കിലും മുസ്ലിം സഹോദരിമാർ തങ്ങളുടെ സർക്കാർ ജോലി രാജിവെക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കൂടി ദുആ ഇറക്കണേ എന്നാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരോട് പറയാനുള്ളത്. 1937 ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഇന്ത്യൻ ശരിയത്ത് ആപ്ലിക്കേഷൻ ആക്ട് കാലോചിതമായി പരിഷ്കരിക്കണം എന്ന് പറയുന്നതിനെ എതിർക്കാനാണ് റുക്സാനയുടെ ഈ പാഴ്വാക്ക്. കുടുംബത്തിന്റെ സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടതില്ലെന്നും അവളുടെ വരുമാനത്തിൽ നിന്ന് 5 പൈസ പോലും കുടുംബത്തിനു വേണ്ടി ചെലവാക്കേണ്ടതില്ലെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ റസൂലും പറഞ്ഞിട്ടുണ്ടത്രേ. എങ്കിൽ പിന്നെ ജമാഅത്തെ ഇസ്ലാമിക്കാര് നിങ്ങളുടെ സ്ത്രീകളോട് ഇങ്ങനെ കൂടി പറയണമായിരുന്നു, ഇനി മുതൽ നിങ്ങൾ പണിയെടുക്കുന്നുണ്ടെങ്കിൽ, ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പകുതി ശമ്പളമേ തരണ്ടു, ബാക്കി പകുതിയൊക്കെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ട പുരുഷന്മാർക്ക് കൊടുത്തോളൂ. അല്ലെങ്കിൽ ഒരേ സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന ദമ്പതിമാരിൽ സ്ത്രീകൾ പറയണം, ഞങ്ങൾക്ക് പകുതി ശമ്പളം മതി, ഞങ്ങളുടെ ഇരട്ടി ഞങ്ങളുടെ പങ്കാളിയായ പുരുഷന് കൊടുത്തോളൂ എന്ന്. എന്താ പറ്റുമോ? നാളെ നിങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ പുരുഷന്റെ പകുതി ശമ്പളമേ സ്ത്രീകൾക്ക് കൊടുക്കുന്നുള്ളൂ, കാരണം കുടുംബത്തിന്റെ ഉത്തരവാദിത്തം അള്ളാഹു സ്ത്രീകളെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പകുതി ശമ്പളമേ കൊടുക്കൂ എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്കാവുമോ? നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന്, സ്ത്രീകളുടെ വരുമാനത്തിൽ നിന്ന് 5 പൈസ പോലും കുടുംബത്തിന് വേണ്ടി ചെലവാക്കേണ്ട എന്ന് പറയുമ്പോൾ, അതിനെ ന്യായീകരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം,
സ്വന്തമായി വരുമാനമുള്ള ഒരു സ്ത്രീക്ക് ഒരു കുഴിമന്തി കഴിക്കാനോ ഒരു സാരി വാങ്ങാനോ വേണ്ട, ഒരു വള വാങ്ങാനോ അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു സാമ്പത്തിക സഹായം ചെയ്യാനോ സ്വന്തമായി അനുമതിയുള്ള എത്ര സ്ത്രീകൾ ഇന്ന് സമൂഹത്തിലുണ്ട്? ഇല്ല. ഒരു ഉസ്താദ് കുറെ നാളായി സോഷ്യൽ മീഡിയയിലൂടെ കരഞ്ഞു പറഞ്ഞു നടക്കുന്നുണ്ട്, നല്ല നെല്ലിക്കേട്ട് വെച്ച പൊന്നാനി മത്തി കൊതിതീരെ തിന്നിട്ട് മരിക്കണമെന്ന്. പെൺകുട്ടികളൊക്കെ വിദ്യാഭ്യാസം ചെയ്യുകയും തൊഴിൽ നേടുകയും ഒക്കെ ചെയ്തപ്പോൾ നെല്ലിക്കയിട്ട് പൊന്നാനി മത്തിക്കറി വെക്കാൻ ആളെ കിട്ടുന്നില്ല അത്രേ. ഉസ്താദിന്റെ ഈ കരച്ചിൽ പെണ്ണുങ്ങളാരും കേൾക്കാത്തത് കൊണ്ട് പെണ്ണുങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചേക്കാമോ എന്നായിരിക്കാം. സ്ത്രീകൾക്ക് സ്വന്തമായി വരുമാനം ഉണ്ടാകരുത്, സ്ത്രീകൾക്ക് സ്വന്തമായി സമ്പാദ്യം ഉണ്ടാവരുത്, സ്ത്രീകൾ ഫിനാൻഷ്യലി എംപവേർഡ് ആയിരിക്കരുത് എന്ന് പറയുന്ന ഒരു ഇസ്ലാം ഇല്ല സുഹൃത്തുക്കളെ. അങ്ങനെ ഒരു ഇസ്ലാം ഇല്ല. അഥവാ അങ്ങനെയൊന്നുണ്ടെങ്കിൽ അത് തിരുത്തണം. കുടുംബത്തിന്റെ സ്ത്രീകളുടെ എല്ലാ ഉത്തരവാദിത്വവും എല്ലാ സാമ്പത്തിക ഉത്തരവാദിത്വവും നിർവഹിക്കുന്ന ഭർത്താക്കന്മാർ മരിച്ചുപോയാലും നമുക്ക് ജീവിക്കണം പെണ്ണുങ്ങളെ. നമുക്ക് നമ്മുടെ മക്കളെ വളർത്തണം പെണ്ണുങ്ങളെ. നമ്മളെ വളർത്തി വലുതാക്കിയ നമ്മുടെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ഒരാവശ്യം വന്നാൽ സഹായിക്കാൻ സ്വന്തം കയ്യിൽ അവർക്ക് എടുത്തു കൊടുക്കാൻ എന്തെങ്കിലും വരുമാനം ഉണ്ടായിരിക്കണം പെണ്ണുങ്ങളെ. അതിന് ഈ വാക്ക് കേട്ട് ഭർത്താവിനെ പരിചരിച്ച് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അവരെ മുല കൊടുത്ത് വളർത്തി വീട്ടിൽ തന്നെ ഇരിക്കുന്ന പെണ്ണുങ്ങളാകരുത് നമ്മൾ. കാലഘട്ടം സ്ത്രീകളും കൂടി സാമ്പത്തിക ഉത്തരവാദിത്തം നിർവഹിക്കുന്നവരാകാൻ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ചെയ്യരുത് എന്ന് ഒരു ഖുർആനും ഒരു ഇസ്ലാമും പറഞ്ഞിട്ടില്ല. പരമകാരുണികനും കരുണാനിധിയുമാണ് അല്ലാഹു എന്നല്ലേ ഖുർആൻ വചനം.